ഹലോ, ഇന്ന് നവരാത്രിയുടെ ആരംഭ ദിവസം തന്നെ നമ്മൾ നാട്ടിലുള്ള വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോവുകയാണ്. ഇത് വളരെ പ്രസിദ്ധമായ അമ്പലമാണ്. നമ്മുടെ വെട്ടത്ത് രാജാക്കന്മാരുടെ കുലദേവതയാണ് ഇവിടുത്തെ ദേവി. അപ്പോൾ ചെന്ന പാടനെ കുളത്തിലൊന്ന് കാലൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് വെച്ചു. നല്ല ഭംഗിയുള്ള കുളമാണ്, ഇഷ്ടം പോലെ മീനുണ്ട്. കുറച്ച് നേരമൊക്കെ മീനൊക്കെ നോക്കി കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഇതാ നമ്മൾ വഴിപാട് ചീട്ടാക്കാൻ പോയിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇന്ന് ആൾ വളരെ കുറവാണ്. ആളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്, പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ അകത്തൊക്കെ ചുറ്റി പ്രാർത്ഥിച്ച് ഭഗവതിയും ഗണപതിയും അയ്യപ്പനും ശിവനും ഒക്കെ ഉണ്ട് ചുറ്റിലും. അപ്പോൾ അതാ തോജുമോൻ എന്തോ ഭണ്ണാരപ്പെട്ടിയൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തൊരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആല് ചുറ്റി പ്രാർത്ഥിച്ചിട്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മളെ പുറത്ത് പ്രാർത്ഥിക്കാൻ ഇനിയുണ്ട്. മൂലസ്ഥാനമൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ അത്. നല്ല ചുറ്റുപാടാണ്, നല്ല അന്തരീക്ഷമാണ് ഇവിടെ. ആളും കൂടെ ഇല്ലാതായപ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ സാവധാനത്തിൽ അവിടെയൊക്കെ നടന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് അവിടെയും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പൂക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് രക്ഷസിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നമ്മൾ അടുത്തേക്ക് തന്നെ പോവില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. രക്ഷസിൻ്റെ അതാ കണ്ടില്ലേ, ആ തറയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിട്ടുനിന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ നമ്മളെ പ്രാർത്ഥനയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ അമ്പലം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.